പ്രിയങ്കയാണ് വാരണസിയിൽ നിന്ന് മത്സരിച്ചിരുന്നതെങ്കിൽ നരേന്ദ്രമോദി ഉറപ്പായും 2-3 ലക്ഷം വോട്ടിന് തോൽക്കുമായിരുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് പിന്നിലെ ധ്വനി വ്യക്തമായിരുന്നു. പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു. രാഹുൽ ഗാന്ധി ഒഴിയുന്ന ഏതെങ്കിലും ഒരു സീറ്റിൽ പ്രിയങ്ക എത്തിയേക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. റായ്ബറേലി നിലനിർത്തി രാഹുൽ വയനാട് ഒഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ എത്തുകയെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പ്രിയങ്ക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുകയാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക മത്സര രംഗത്ത് വരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വ്യാപകമായത്. സോണിയാഗാന്ധിയുടെ തട്ടകമായിരുന്ന റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാനാണ് നീക്കം എന്നതായിരുന്നു വാർത്തകൾ. വാരണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ടായി. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രിയങ്ക സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് വിട്ടുനിന്നു. UP കേന്ദ്രീകരിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പ്രിയങ്ക ഉത്തർപ്രദേശ് നിയമസഭ ലക്ഷ്യം വയ്ക്കുന്നതായുള്ള പ്രചാരണത്തിന് കാരണമായി. പശ്ചിമ UPയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നിയമിക്കുക കൂടി ചെയ്തതോടെ ഈ പ്രചാരണം വ്യാപകമായി. എന്നാൽ അപ്പോഴും മത്സര രംഗത്തേക്കില്ലെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് താൻ റായ്ബറേലിയിൽ ഇനി മത്സരിക്കാനില്ലെന്ന സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനം വന്നു. രാജ്യസഭയിലേക്കുള്ള സോണിയയുടെ മാറ്റം മകൾക്ക് വേണ്ടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി. എന്നാൽ രാഹുൽ ഗാന്ധിയാണ് റായ്ബറേലിയിൽ എത്തിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക കൂടി മത്സരിക്കുന്നത് BJPയുടെ കുടുംബാധിപത്യ പാർട്ടി എന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടുമെന്നും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും കോൺഗ്രസ് ഉന്നത നേതൃത്വം വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പ്രിയങ്ക മാറി നിന്നത്. എന്നാൽ അണികൾ വെറുതെയിരുന്നില്ല. വാരണാസിയിലേക്ക് പ്രിയങ്ക വരണമെന്ന് ആവശ്യപ്പെട്ട് 2019 സമാനമായി അവർ വീണ്ടും പോസ്റ്ററുകൾ പതിപ്പിച്ചു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വരുന്നില്ലെങ്കിൽ തൃശൂരിൽ പരാജയം നേരിട്ട K മുരളീധരനെയോ UDF കൺവീനർ MM ഹസനെയോ രംഗത്തിറക്കാനാണ് KPCC ആലോചിക്കുന്നത്. എന്നാൽ K മുരളീധരൻ ലക്ഷ്യം വെക്കുന്നത് KPCC പ്രസിഡന്റ് പദവിയാണ്. ഇതിനായുള്ള ചരടുവലികൾ മുരളീധരൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.